നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിസിയെ സസ്പെൻഡ് ചെയ്തതിൽ ഇടഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ സർക്കാർ. ഇപ്പോഴും വിദ്യാർത്ഥി മരിച്ചതിൽ ഒരു പ്രശ്നവും ഇവർക്കില്ല. ഗവർണർക്കെതിരെ രണ്ട് പറയണം, പക്ഷേ നേരിട്ട് രംഗത്ത് വരാൻ പിണറായിക്ക് വയ്യ. അതുകൊണ്ട് മന്ത്രി ചിഞ്ചു റാണിയെ കളത്തിലിറക്കി രണ്ട് ഡയലോഗ് അടുപ്പിച്ചു. ഡയലോഗ് അടിച്ച ചിഞ്ചു റാണി ഇപ്പോൾ എയറിലാണ്. വലിയ വിമർശനമാണ് മന്ത്രിക്ക് നേരെ വരുന്നത്. ഒരു ജീവൻ പൊലിഞ്ഞത് നിങ്ങൾക്ക് പ്രശ്നമല്ലേ എന്നാണ് മന്ത്രിക്ക് നേരെ വരുന്ന ശക്തമായ വിമർശനം. വെറ്റിനറി സർവകലാശാല വൈസ് ചാൻസലറെ സസ്പെൻഡ് ചെയ്ത ഗവർണറുടെ നടപടി ശരിയല്ലെന്നാണ് മന്ത്രി ജെ ചിഞ്ചു റാണി പ്രതികരിച്ചത്. സർക്കാരുമായോ വകുപ്പുമായോ ഒരു തരത്തിലും ആലോചിക്കാതെയാണ് ഗവർണർ പെട്ടെന്ന് ഈ തീരുമാനമെടുത്തത്. അതുകൊണ്ട് തന്നെ ഈ നടപടി ഒരിക്കലും അംഗീകരിക്കില്ലെന്നാണ് മന്ത്രി പ്രതികരിച്ചത്. ഇതിന് മന്ത്രിക്ക് മറുപടി കൊടുത്തത് മലയാളികളാണ്. വിസിയെ സസ്പെൻഡ് ചെയ്യാൻ അധികാരമുള്ളയാളാണ് ചാൻസലർ. കൃത്യമായ നടപടി ഉണ്ടാകാത്തതിനാലും കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കാത്തതുകൊണ്ടുമാണ് ഗവർണർ നിർണായക ഇടപെടൽ നടത്തിയത്. സിദ്ധാർത്ഥ് മരിച്ചിട്ട് എത്ര ദിവസങ്ങൾ കഴിഞ്ഞു? സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു നടപടിയും ഉണ്ടായില്ല. മുഖ്യമന്ത്രി പ്രതികരിച്ചില്ല. അപ്പോഴൊന്നും മിണ്ടാത്തവരാണ് വിസിയെ സസ്പെൻഡ് ചെയ്തതിൽ പൊള്ളി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഉളുപ്പുണ്ടോ എന്നാണ് മലയാളി രോഷത്തോടെ ചോദിക്കുന്നത്. കുട്ടികൾ തമ്മിലുള്ള പ്രശ്നമായിരുന്നു കോളേജിൽ നടന്നിരുന്നത്. അതെന്താണെന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ടെന്ന മുട്ടാപ്പോക്ക് ന്യായമാണ് ചിഞ്ചു റാണി പറഞ്ഞത്. ഏതായാലും ചിഞ്ചു റാണിക്ക് വയറു നിറയെ കൊടുത്തിട്ടുണ്ട്. വിസിയെ സസ്പെൻഡ് ചെയ്തതിൽ ചിഞ്ചു റാണിയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. സർവകലാശാലയുടെ ഡീൻ എന്ന് പറയുന്നയാൾക്ക് കുട്ടികളുടെ എല്ലാം ഉത്തരവാദിത്തമുള്ള ഹോസ്റ്റലിന്റെ ചുമതലയുള്ളയാളാണ്. അന്നന്ന് നടക്കുന്ന വിഷയം അയാൾ അന്വേഷിക്കണമായിരുന്നു. കുട്ടിയുടെ മരണം പോലും ഹോസ്റ്റലിലെ മറ്റാരോ ആണ് അറിയിച്ചത്. മരണം സംഭവിച്ച കാര്യം എത്രയും പെട്ടെന്ന് കുട്ടിയുടെ വീട്ടിൽ അറിയിക്കേണ്ട ചുമതല ഡീൻ ഏറ്റെടുക്കണമായിരുന്നു. ഗുരുതരമായ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. യൂണിവേഴ്സിറ്റിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പോലീസിന്റെ കൂടി അന്വേഷണം കൊണ്ടുവന്ന് വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്യിക്കുവാനും 3 വർഷത്തേക്ക് അവരെ ഡീബാർ ചെയ്യാനും നടപടി സ്വീകരിച്ചത്. അത് നിസ്സാരപ്പെട്ട കാര്യമല്ല. ഡീനെ അന്വേഷണ വിധേയമായി മാറ്റി നിർത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. പൂക്കോട് വെറ്റിനറി സർവകലാശാല വിസി ഡോക്ടർ എം.ആർ. ശശീന്ദ്രനാഥിനെയാണ് ഗവർണർ സസ്പെൻഡ് ചെയ്തത്. സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണത്തിനും ഗവർണർ ഉത്തരവിട്ടിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് രാജ്ഭവൻ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. സർവകലാശാലയിൽ നടക്കുന്ന കാര്യങ്ങളിൽ വൈസ് ചാൻസലർ വേണ്ടത്ര ആത്മാർത്ഥതയോടെയും കൃത്യതയോടെയും ഇടപെടുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു നടപടി. വിസിക്കെതിരെ അന്വേഷണത്തിന് ഗവർണർ ഉത്തരവിട്ടിട്ടുണ്ട്. വിദ്യാർത്ഥിയുടെ കുടുംബം ഗവർണർക്ക് പരാതി നൽകിയിരുന്നു. മണ്ണൂത്തി വെറ്റിനറി സർവകലാശാല റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ പി.സി. ശശീന്ദ്രന് വിസിയുടെ ചുമതല നൽകിയിട്ടുണ്ട്. സിദ്ധാർത്ഥന്റെ മരണവും ഉണ്ടായിട്ടും യൂണിവേഴ്സിറ്റി ചട്ടങ്ങൾ അനുസരിച്ച് വിസി കൃത്യമായ നടപടി സ്വീകരിച്ചില്ല എന്ന് സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നുണ്ട്. വിസി ചുമതലകളിൽ വീഴ്ച വരുത്തിയെന്നത് യൂണിവേഴ്സിറ്റി നൽകിയ റിപ്പോർട്ടിലും വ്യക്തമാണ്. യൂണിവേഴ്സിറ്റിയിൽ നടന്ന സംഭവങ്ങളിൽ കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി ആക്ട് 2010 സെക്ഷൻ 9 അനുസരിച്ച് വിശദമായ അന്വേഷണം ആവശ്യമാണ്. ചട്ടം അനുസരിച്ച് ഹൈക്കോടതി ജഡ്ജിയോ സുപ്രീം കോടതി ജഡ്ജിയോ ആണ് അന്വേഷിക്കേണ്ടത്. സസ്പെൻഷൻ കാലയളവിൽ അലവൻസിന് അർഹതയുണ്ടായിരിക്കും. പകരക്കാരനെ പിന്നീട് തീരുമാനിക്കും. സിദ്ധാർത്ഥൻ നേരിട്ട അതിക്രമം തടയുന്നതിൽ സർവകലാശാല വിസിക്ക് വൻ വീഴ്ചയുണ്ടായതായി ഗവർണർ ചൂണ്ടിക്കാണിച്ചു. സിദ്ധാർത്ഥന്റെ മരണത്തിലേക്ക് നയിച്ച സംഭവങ്ങൾ പരിശോധിക്കുമ്പോൾ വിസി ആത്മാർത്ഥമായി സർവകലാശാലയിലെ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നില്ല എന്നതാണ് വെളിപ്പെട്ടതെന്ന് ഉത്തരവിൽ പറയുന്നുണ്ട്. ക്രൂരമായ പല സംഭവങ്ങളും സർവകലാശാലയിൽ നടക്കുമ്പോഴും ഉത്തരവാദിത്വം നിറവേറ്റാൻ അധികാരികൾക്ക് കഴിഞ്ഞില്ല. സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഗവർണർ ഹൈക്കോടതിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. അന്വേഷണത്തിന് ജഡ്ജിയുടെ സേവനം ആവശ്യപ്പെട്ടാണ് കത്ത് നൽകിയത്. സിദ്ധാർത്ഥന്റേത് കൊലപാതകമാണെന്നും ഗവർണർ വ്യക്തമായി പറയുന്നു. ക്യാമ്പസിൽ SFI PFI കൂട്ടുകെട്ടാണുള്ളത്. എല്ലാ ഹോസ്റ്റലിലും ഒരു ബ്ലോക്ക് SFI ഓഫീസാക്കുന്നുവെന്നും ഗവർണർ പ്രതികരിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു വിമർശനമാണ് ഇപ്പോൾ ഗവർണർ ഉന്നയിച്ചിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഗവർണറുടെ നടപടിയെ ചോദ്യം ചെയ്താണ് ചിഞ്ചു റാണി രംഗത്ത് വന്നിരിക്കുന്നത്. അല്ലാതെ ഒരു വിദ്യാർത്ഥി മരിച്ചതിൽ ഇവർക്കാർക്കും ഒരു പ്രശ്നവുമില്ല. പ്രതിസ്ഥാനത്ത് SFI ആയതുകൊണ്ട് ഇനി വെളുപ്പിച്ചെടുക്കാൻ പല നേതാക്കന്മാരും രംഗത്ത് വരും.